രാവിലെ എഴുന്നേറ്റ് പാടെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം അടുക്കളയിൽ പോയിട്ട് ഡോറ് തുറന്ന് നോക്കുക എന്നുള്ളതാണ്. ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. അത് കഴിഞ്ഞ് പുട്ടൊക്കെ ഉണ്ടാക്കി, ഈ പുട്ട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടി കുറേ കളി കളിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുന്നത് തന്നെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന വെള്ളമൊക്കെ ഉണ്ടാക്കി അത് കുഴിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, അന്ന് ഞാനൊരു തക്കാളീൻ്റെ വിത്തിട്ടിട്ടുണ്ടായിരുന്നു, അത് വളർന്നോ നോക്കുമായിരുന്നു. പക്ഷെ അത് വളർന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. കുറച്ച് നാളായിട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റുള്ള പരിപാടിയാണ് ഈ വിത്ത് മുളച്ചോന്ന് നോക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വരുന്നൊരു പരുന്തിത വന്നവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ കുറേ നേരം പുള്ളീനെ നോക്കിയിരുന്നു, ഈ പുള്ളി എന്താണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ പുള്ളി ഒന്നും ചിന്തിച്ചില്ല, നേരെ ട്രെയിലോട്ടങ്ങ് ഇറങ്ങി വെള്ളം കുടിക്കുന്നു. ഇപ്പം കുളിക്കുമായിരിക്കും, ആ കുളിക്കാൻ ഇതാ പോകുന്നു. പുള്ളി ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കുളിക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാണ്. ഇടയ്ക്ക് ചുറ്റും നോക്കുന്നുണ്ട്, എസ്പെഷ്യലി എന്നെ. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത് പുള്ളിക്കാരൻ കാണുന്നുണ്ട്, ഞാൻ അടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ചിലപ്പോൾ പുള്ളി വിചാരിക്കുന്നുണ്ടാവും, എന്തിനാടി എന്നെ വീഡിയോ എടുക്കുന്നത്, എൻ്റെ മര്യാദക്കൊന്ന് മനസ്സമാധാനത്തിൽ കുളിക്കാനെങ്കിലും നീ വിടുമോന്ന്. കാണുമ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ നിൻ്റെ ആരാടി എന്നൊക്കെ പരുന്ത് വിചാരിക്കുന്നുണ്ടാവും. കാരണം മിക്കപ്പോഴും ഈ പരുന്തിനെ കാണുമ്പോൾ ഞാൻ ഫോണും എടുത്ത് പുറകിലൂടെ പോയി വീഡിയോ എടുക്കാറാണ് എൻ്റെ പതിവ്. എന്തായാലും ഇപ്പം നമ്മുടെ കൂടെ ചേച്ചീൻ്റെ മകനും കൂടെ വന്ന് നോക്കുന്നുണ്ട്. നമ്മൾ കുറേ നേരം നോക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവൻ ഇവിടെ അടുത്ത് വന്ന് നന്നായിട്ടിരുന്ന് കൂട്ടത്തിൽ നോക്കാൻ നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് അതിനെ പായിപ്പിക്കാൻ വേണ്ടി ഒച്ചപ്പാട് വരെയാണ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വോയിസ് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കേൾക്കാത്തത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ഒക്കെ ഞാൻ പുറകിൽ വന്നപ്പോഴേക്കതാ ഇവിടെ ഇതാണ്ട് ഒരു മയിൽ. ഈ മയിലും നമ്മുടെ ഇവിടുത്തെ സ്ഥിരം വിസിറ്ററാണ്. ഇവർക്കിങ്ങനെ ഇവിടെ ആരും ഇവരൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഞങ്ങളുടെ കോഴികളൊക്കെ പോലെ വന്നിട്ട് മുറ്റത്തിരിക്കുന്ന തീറ്റയൊക്കെ കൊത്തി തന്ന ഒരു ടൈപ്പ് ഓഫ് മയിലാണ്. അപ്പം ഞാൻ കുറേ നേരം ഞാൻ അതിൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ നേരം അതിനകത്ത് നോക്കി. അതിനൊരു പേടിയില്ല. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരും അതിനെ ഉപദ്രവിക്കാത്തത് കൊണ്ടായിരിക്കണം അത് ഇത്രയും കോൺഫിഡൻറ്റോടുകൂടി ഇവിടെയൊക്കെ വന്ന് മുറ്റത്തിറങ്ങി മുറ്റത്ത് കാണുന്ന സാധനങ്ങളൊക്കെ തിന്നിട്ട് പോകുന്നത്. അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ നിങ്ങൾക്ക് കാണാം. അതായത് മയിലിന് ബേസിക്കലി ഒരു പേടിയില്ല. അത് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ടു സീ അല്ലേ. രാവിലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് മൈ ഡേ ഈസ് ആക്ച്വലി ഗോയിങ് ഗുഡ് ആൻഡ് ഐ ലവ് ഓൾ ഓഫ് ദം. ലൈക്ക് ഐ ലവ് നേച്ചർ. ഞാൻ കുറച്ച് നേരം പുള്ളിക്കാരിനെ തന്നെ ശ്രദ്ധിച്ചു, എന്താണ് ഈ പുള്ളിക്കാരി ചെയ്യാൻ പോകുന്നത്. ഈ മതിലിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുമോ അത് അങ്ങോട്ടേക്ക് ചാടുമോ. ബിക്കോസ് അവിടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ അവിടെ ബൈക്കൊക്കെ സ്റ്റാർട്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരിക്ക് പേടിയാവുമോ എന്നൊക്കെ ഞാൻ നോക്കി നിന്നു. ബട്ട് പുള്ളിക്കാരിക്ക് ഒരു പേടിയില്ല. പുള്ളിക്കാരി മതിലിൻ്റെ നേരെ പോയി അപ്പുറത്തെ പറമ്പിലോട് ചാടി എന്തൊക്കെയോ തിന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനും പിന്നെ എൻ്റെ ഇച്ചൂസും കളിക്കുകയാണ് ഹൈഡ് ആൻഡ് സീക്ക്. രാവിലെ തന്നെ അവനെ കൊണ്ട് കുറേ ഞങ്ങൾ കളിച്ചു. അവനാണെങ്കിൽ വീട്ടിൻ്റെ അകത്ത് കയറി തന്നെ ഒളിക്കണം. എനിക്കാണെങ്കിൽ അതിന് വയ്യ. വീട് വൃത്തിയുടെ വന്നുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവനെ വിളിക്കുന്നു, അവൻ വരുന്നില്ല. അങ്ങനെ അവൻ അടിപിടി ഉണ്ടാക്കി അതിലൂടെ ഇടയിലോട്ട് ഓടിക്കളിച്ച് അങ്ങനെ എൻ്റെ ഡേ മോർണിംഗ് തീർന്നിരിക്കും.